കുറ്റവാളികൾക്ക് അഭയം തേടാനുള്ളതല്ല ആരാധനാലയം, പള്ളിയിൽ കയറി അടിക്കാൻ ആഹ്വാനം ചെയ്തു അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ. ഇന്ന് ആ വാക്കുകൾക്കും ആ പ്രവർത്തനക്കും ഏറെ പ്രസക്തിയുണ്ട്. കഴിഞ്ഞ ദിവസം വടകരക്കടുത്ത് മാടാക്കര പള്ളിയിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. നബിദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും പ്രശ്നങ്ങളും ഉണ്ടായി പള്ളിക്കകത്ത് വെച്ച്. ഖത്തീബിനെ ചൊല്ലിയുള്ള തർക്കമാണ്. അത് 2 വർഷമായിട്ട് ആ തർക്കം തുടരുന്നു. പാണക്കാട് സാദിഖ് അലി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മധ്യസ്ഥത വഹിച്ചതാണ്. വീണ്ടും പ്രശ്നങ്ങളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഒരു വിഭാഗം ഖത്തീബിനെ മാറ്റണമെന്നും മറ്റൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നബിദിന പരിപാടി നടത്തണം എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സംഘർഷമായി, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. അങ്ങനെ അടിയും പിടിയുമായി, വലിയ പ്രശ്നങ്ങളായി. ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതിന് വേണ്ട തരത്തിൽ അതിൽ സഹകരിച്ചിട്ടില്ല വിശ്വാസികൾ എന്ന് പറയുന്നു. പള്ളിൻ്റെ അകത്ത് തന്നെ ലാത്തി ചാർജ് പോലെയുള്ള അടിയും പിടിയൊക്കെ നടക്കും. പോലീസ് അടിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. വിഷയം എന്ന് പറഞ്ഞാൽ ഷൂ ഇട്ട് അല്ലെങ്കിൽ ബൂട്ടിട്ടാണ് പോലീസ് കയറിയത്, ബഹുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ വിഷയമാണ് ഇവിടെ ഇപ്പോൾ കത്തിപ്പടരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്ന സമയത്ത് പോലീസുകാർ ആരാധന നിർവഹിക്കാനല്ലല്ലോ വന്നത്. സംഘർഷാവസ്ഥ ഉണ്ടാവുന്ന സ്ഥലത്തേക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരുപക്ഷെ അത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സമയം വേണം, അല്ലെങ്കിൽ അതിന് സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. കുറ്റവാളികൾക്ക് അഭയം ഉള്ളതല്ല ആരാധനാലയം, അത് ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ പോലീസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്, അല്ലാതെ വന്ന പോലീസിനെ കുറ്റം പറയുകയല്ല. അപ്പോൾ അവിടെ ആളുകൾ അടി കൂടുന്നതിൻ്റെ വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടല്ലോ ആ വീഡിയോകളൊക്കെ. അടി കൂട്ടാണ്, അടി പ്രശ്നങ്ങളുണ്ടാവാം, ഒരുപക്ഷെ കത്തികുത്തിലെത്താം, വലിയ സംഘർഷം ഉണ്ടാവാം, മരണം സംഭവിക്കാം, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അതിൽ ലഘൂകരിക്കണമല്ലോ, നിയമപാലകർ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. പിന്നെ പോലീസ് എന്ന് പറയുന്ന മറുപടി, ആദ്യഘട്ടത്തിൽ ഷൂ ഊരിക്കൊണ്ട് സോക്സ് ഇട്ട് തന്നെയാണ് കയറിയത്. പിന്നീട് സംഘർഷം രൂക്ഷമായ സമയത്ത് പോലീസ് വീണ്ടും എത്തി. ആ വന്ന പോലീസ് ആയിരിക്കാം ഒരു പക്ഷേ അകത്ത് കയറിയത്. എന്നാൽ അതിൽ ചില നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പോയി ഷൂ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതേതായാലും അങ്ങനെ ഇരിക്കട്ടെ. എന്താണ് CH പറഞ്ഞത്, നമുക്കത് നോക്കണം. CH പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതേറെക്കുറെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. അന്ന് പള്ളിയിൽ കയറി തല്ലാൻ വേണ്ടി CH പോലീസിന് നിർദ്ദേശം നൽകി. കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളം പള്ളി മുജാഹിദും സുന്നിയും തമ്മിലാണ് തർക്കം ഉണ്ടായത്. അന്ന് സുന്നി മുജാഹിദ്, സുന്നി ജമായത്തെ ഇസ്ലാമി അങ്ങനെയൊക്കെയാണ് തർക്കം. സുന്നികളും തമ്മിൽ തർക്കമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സുന്നിയും തമ്മിൽ അങ്ങനെ ഒരു സംഭവമില്ല, ഒറ്റ സുന്നി മാത്രമേ അന്നുള്ളൂ. അപ്പോൾ വലിയ തർക്കവും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പട്ടാളപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ പട്ടാളപ്പള്ളി, മൊയ്തീൻ പള്ളി, ഇതൊക്കെ സുന്നികൾ നടത്തപ്പെട്ട പള്ളിയായിരുന്നു. പിന്നീട് മുജാഹിദ് വൽക്കരണം, മുജാഹിദ് പിടിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെ സംഘർഷം ഉണ്ടായ സമയത്ത് ഈ സംഭവം നടക്കുന്നത് 969 നവംബർ 1 C അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരം വരുന്നത്. CHൻ്റെ ആത്മകഥയിൽ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ആരെങ്കിലും ആത്മകഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിലേറുന്നു. സഭയിൽ CH മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സംഭവം നടക്കുന്ന 69 കാലത്തിലാണ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ഇവിടെ ഈ എട്ടിക്കുളം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നടക്കുന്നത് 970-ലാണ്. വലിയ സംഘർഷം, വലിയ വിഷയങ്ങളുണ്ടായി. പട്ടി കൊണ്ടൊക്കെ അടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പട്ടിയിൽ ആണി തറച്ച് എന്നൊക്കെ റിപ്പോർട്ട് കാണുന്നുണ്ട്. ആത്മകഥയിൽ അതില്ല, പക്ഷേ അന്നത്തെ റിപ്പോർട്ടിൽ അങ്ങനെ കണ്ടതായിരിക്കുന്ന ചില പ്രസംഗത്തിലൊക്കെ മുമ്പത്തെ കഥകളൊക്കെ പറയുന്ന പ്രാസംഗികന്മാർ, രാഷ്ട്രീയക്കാരൊക്കെ ആ കഥകളൊക്കെ പറയുന്നത് അന്ന് നടന്ന സംഭവം. പട്ടികയിൽ ആണി തറച്ചു, അവരെ അടിച്ചു വീഴ്ത്തി, 2 പേരെ മുണ്ടയച്ചു, അവരെങ്ങനെ ഓടിക്കിണറിൽ വീണെന്നോ അങ്ങനെ അതായിട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷവും വിഷയങ്ങളുമായിട്ട് വന്നു. ഒരു കൂട്ടർ ഓടിക്കൊണ്ട് പള്ളിയിൽ അഭയം തേടി. അതാണ് പ്രശ്നം വരുന്നത്.
പള്ളിയിൽ അഭയം തേടിയ സമയത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിയന്ത്രിത വിഭാഗമായിട്ട് വന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കയറാൻ പറ്റുമോ, എന്തായിരിക്കും സ്ഥിതി, കാര്യങ്ങളൊക്കെ. അന്നത്തെ DIGO അല്ലെ DGP എന്താണോ അന്നത്തെ പോസ്റ്റ് ഇപ്പോഴത്തെ പോലീസിൻ്റെ സ്ഥാനത്തിനൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഏതാണെന്ന് അറിയുന്നില്ല. പോലീസ് മേധാവി എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസ് മേധാവി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന CH മുഹമ്മദ് കോയയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വലിയ സംഘർഷാവസ്ഥയോടെ നടക്കുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ പള്ളിയിൽ അഭയം തേടിയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന്. CH മുഹമ്മദ് കോയാണ് രാഷ്ട്രീയം പഠിച്ച ആളാണ്, ബന്ധം പഠിച്ച ആളാണ്, സാമൂഹ്യം പഠിച്ച ആളാണ്. ജനകീയപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി സൈക്കോളജിപരമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, കുറ്റവാളികൾക്ക് അഭയം തേടാനുള്ളത് അല്ല പള്ളി, ആരാധനാലയം അതിനുള്ളതല്ല, ആരാധിക്കാനുള്ളത്. കയറി അടിക്കുക, നിങ്ങൾക്ക് പൂർണ്ണമായിരിക്കും സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന്. ഇതിൻ്റെ ഈ പോലീസ് മേധാവി പിന്നീട് നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് പറയുന്നുണ്ട്, CH അല്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകില്ലായിരുന്നു. ഇനി അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞതെങ്കിലോ എന്നാലും ഞാൻ ചെയ്യില്ലായിരുന്നു. അവർ പുറത്തിറങ്ങുന്നവരെ കാത്തിരിക്കും, അല്ലെങ്കിൽ മറ്റ് വഴികൾ തേടും. CH പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ധൈര്യം കിട്ടി. അതൊരു കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയം അതിലുണ്ട്, കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുണ്ട്, കുറ്റവാളികൾ എന്നുള്ളത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി പള്ളിയിൽ കയറി അടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് CH മുഹമ്മദ് കോയ എന്ന് മാത്രമാണ്. അതിനു മുൻപോ അതിന് ശേഷമോ അത്തരം സംഭവം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പിന്നെ സ്വതന്ത്രമായിരിക്കുന്ന നിലപാടെടുക്കാൻ വേണ്ടി പോലീസിന് അധികാരമുണ്ട്. സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അവർ യൂണിഫോം മാറ്റിവെച്ച്, ഷൂ മാറ്റിവെച്ച് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചില പ്രശ്നങ്ങളിൽ അപ്പം ഇടപെടേണ്ടി വരും. നമുക്കറിയാം, സുന്നി വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എത്രാനും അടികളും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്, എത്ര കത്തിക്കുത്തുകളും കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. മരണം നടന്നിട്ടില്ലേ? നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മരണം നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു റിലേഷൻ ഈ വിഷയമായിട്ട് ഒരു അകന്ന റിലേഷനാണ്, ഈ വിഷയമായിട്ട് മരണപ്പെട്ട ആളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷേ ആ മേഖലയിലേക്ക് ഒരു നിയമപാലകർ എത്തിയിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷെ എത്തിയിട്ടുണ്ടാവില്ല, എന്തോ കാരണത്താൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോൾ നിയമപാലനം എന്ന് പറയുന്ന സമയത്ത് അത് നിയമപാലനം തന്നെയാണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മതപരമായിരിക്കുന്ന ബഹുമാനവും ആദരവും കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? അത്തരം സംഭവത്തെ ലഘൂകരിക്കണം. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഈ സുന്നി വിഷയങ്ങളുണ്ടായ സമയത്ത് 2 വർഷത്തോളം ഒരു മദ്രസ പൂട്ടിയിട്ടു. നമ്മളെ പ്രദേശമൊന്നും പറയുന്നില്ല, അത് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു. പിന്നെ 2 വർഷത്തോളം പൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ 2 വർഷവും ആ മദ്രസയിൽ പഠനം നടന്നിട്ടില്ല. 2 വിഭാഗം കുട്ടികളും 2 ഭാഗത്ത് മദ്രസ വേറെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു? ഈ മദ്രസ പഠനം നടത്തി. ഈ മദ്രസക്കകത്ത് ഏകദേശം 100ഓളം പോലീസുകാർ കാവൽ നിൽക്കുകയാണ്. മദ്രസയുടെ അകത്ത് കാവൽ നിൽക്കുകയാണ്. പിന്നെ അവിടെ ഈ കാവൽ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ ഈ മതസ്ഥാപനത്തൊക്കെ അപമാനിച്ചു, അങ്ങനെ രീതിയിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പള്ളിയിലും അങ്ങനെ, പള്ളിയിൽ നിയന്ത്രിതമായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വരാൻ പറ്റൂ. പള്ളിയും പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അവിടേക്ക് വലിയൊരു ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം. അതായത് പുറത്തുള്ള ബന്ധുക്കൾക്ക് ആ പ്രദേശത്തേക്ക് വരാൻ പാടില്ല. വലിയ സംഘർഷാവസ്ഥ, അടിപിടിയൊക്കെ നടന്ന് കുറേ ആൾക്കാർ ആശുപത്രിയിലൊക്കെ ആയിരുന്ന സംഭവമാണ്. മാറാട് നടന്ന നിയമാവലിക്ക് തത്തുല്യമായ രീതിയിലായിരുന്നു ഇവിടെ. ഇങ്ങോട്ട് പ്രവേശിക്കുന്ന ഐഡൻറ്റി കാർഡൊക്കെ വേണം, എങ്ങോട്ടാണ് പോകുന്നത്, ആരാണ് ബന്ധുക്കൾ, പിന്നെ എപ്പോഴാണ് തിരിച്ചു വരിക, എന്നിട്ട് ആ ബന്ധുക്കളെ വിളിച്ച് സംസാരിക്കും. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധുവാണോ, ഇന്നെ ബന്ധമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച്. നമ്മൾ നോക്കൂ, തൊട്ടടുത്ത ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിച്ച ആ പുതിയാപ്പിള ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് ബോധ്യപ്പെടുത്തണം. ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിലായ ഒരു നാടുണ്ട്. പിന്നീട് ആ വിഷയങ്ങളൊക്കെ തീർത്തു, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുന്നു? നമ്മളാൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് പോലീസിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് അതിൻ്റെ നിയമപരമായിരിക്കുന്ന കാര്യങ്ങൾ, വലിയൊരു സംഘർഷാവസ്ഥ പള്ളിയിൽ ഉണ്ടാവാതിരിക്കാൻ, ഒരു രക്തച്ചൊരിച്ചിൽ പോലെയുള്ള സ്ഥിതികൾ ഉണ്ടാക്കാതിരിക്കാൻ എമർജൻസി ആയിട്ട് എടുക്കുന്ന നിലപാടിനോടനുസരിച്ച് അവർ കയറി, അത്രയേ ഉള്ളൂ.
വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ ഒരു വരില്ല. എല്ലാ പള്ളിയിലും കയറുന്നില്ലല്ലോ, പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, കമ്മിറ്റിക്കാർ പലതരത്തിൽ വിളിച്ചു, പോലീസുകാർ കയറിയത് ഒരേ വാതിലൂടെ അല്ല, വ്യത്യസ്തമായിരിക്കുന്ന വാതിലൂടെ എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. വ്യത്യസ്ത ഭാഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ സംഘർഷം അത്രക്ക് രൂക്ഷമായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോലീസ് കയറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രേ അതിലുള്ളൂ. കുറ്റം അടിപിടി നടക്കേണ്ടത് പള്ളിക്ക് പുറത്താണ്. റോഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നിരവട്ട അടി കൂടട്ടെ, അപ്പോൾ പിന്നെ ഷൂ ധരിച്ച് കയറി എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല. പള്ളിയുടെ മുറ്റത്ത് വെച്ച് പള്ളിയിലേക്ക് ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ ഈ സംഭവങ്ങൾ നടക്കുക, പള്ളിക്കകത്ത് ആരാധന നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ കാതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കാത് പുറത്തിറങ്ങുന്ന സമയത്ത് അയാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ് തീർക്കുക. അപ്പോൾ അങ്ങനെയെങ്കിലും ആരാധനാലയത്തെ ബഹുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അത് നമ്മൾ തെറ്റിക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ഇത് ഒരുപാട് വിവാദമാക്കിയതുകൊണ്ട് പ്രശ്നം തീരില്ല. നമ്മൾ നമ്മുടെ മതത്തിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രശ്നം തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും.